പ്രത്യേകിച്ച് ഇപ്പോൾ മാധവ് സുരേഷിൻ്റെ ഒക്കെ റോളുകൾ കുറച്ചുകൂടെ അത് കുറച്ച് ഹെവിയായ റോൾ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുമെന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കണം, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോലെ തോന്നി. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് സുരേഷ് ഗോപിയുടെ സീനുകൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ സീനുകൾ കുറഞ്ഞപ്പോൾ നമുക്കൊരു ആളെ എവിടെ എന്നുള്ളൊരു ഫീൽ ഉണ്ടായി. അവിടെ നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു. മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾ ഒരുപാട് ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന ഒരുപാട് സീനുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാലിക പ്രസ്തുത ഒരുപാട് സബ്ജക്റ്റുകൾ സംസാരിക്കുന്നുണ്ട്, നമ്മൾ പബ്ലിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ തന്നെ. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ പിന്നെ നമ്മൾ ഇത് സിനിമയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന ഘടകം സുരേഷ് ഗോപിയെ കഴിഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു വിവാദം, അതായത് ഇപ്പോൾ അത് എന്തിനായിരുന്നു ഇപ്പോൾ ഈ കാണുമ്പോൾ നമ്മൾ വണ്ടറടിക്കുകയാണ്. അത് ആ സിനിമയിൽ ചില സീനുകളിൽ ജാനകി എന്നുള്ള പേര് യൂസ് ചെയ്യുന്നുണ്ട്, ചില സീനുകളിൽ മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ചില സീനുകളിൽ മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളതിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണത് മ്യൂട്ട് ചെയ്യേണ്ടി വന്നത്, അങ്ങനെ പ്രത്യേകിച്ച് ആ സിനിമ ആ ഒരു പേരിനെയോ ഒരു ദൈവ സങ്കല്പത്തിനോ അങ്ങനെയൊന്നും ചോദ്യം ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. ഇതിൽ അനുപമ ജനിച്ചു വളർന്ന പേരാണത്. അതിനപ്പുറം ആ സിനിമയ്ക്ക് ആ പേരിനൊരു പ്രാധാന്യമുണ്ടോ, ഇത്രത്തോളം ഒരു വിഷയം അങ്ങനെ ഒരു വിവാദം ആവേണ്ടിയിരുന്നില്ല എന്നാണ് സിനിമ. പക്ഷേ സിനിമയ്ക്ക് ഗുണകരമായിരിക്കാം ഒരുപക്ഷെ ആ ഒരു ചർച്ച വന്നത്. മൊത്തത്തിൽ നോക്കിയാൽ ഒരു ആവറേജ് അനുഭവമാണ്. സുരേഷ് ഗോപിയുടെയും അനുപമയുടെയും പെർഫോമൻസ് കൊണ്ട് കണ്ടിരിക്കാവുന്ന ചിത്രമായിട്ട് മാറിയത്.